അതങ്ങ് വീട്ടിൽ ചെന്ന് ചോദിച്ചാൽ മതി, അതങ്ങ് വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങേരെ കുടുംബസ്വത്തല്ല കേരളം. ജീവിതം വന്നാൽ കുറച്ച് മാറ്റം ഉണ്ടാവും. കാരണം മൂന്നാമത് അധികാരത്തിലെത്തിയാലോ? ആര്? എനിക്ക് കേരളം വിൽക്കും. ഞങ്ങളെപ്പോലെ ഒരു ചിന്തിക്കുകയുള്ളൂ, മനസ്സിലാക്കുകയുള്ളൂ. ഇനി അദ്ദേഹം വന്നു കഴിഞ്ഞാൽ നമ്മൾ വോട്ട് ചെയ്യില്ല. കാര്യം വിദ്യാഭ്യാസമുള്ളവരെ നോക്കി നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് ഇഷ്ടമാണ് പിണറായി വിജയൻ. അപ്പൊ പിന്നെ ബഹുത്ത് പസന്ത്. മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരാൾ ചിലപ്പായിരിക്കാം, പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ ആരെയും നമുക്ക് വില കുറച്ച് കാണാൻ പറ്റില്ലല്ലോ. 2600 ആരാക്കി നിങ്ങളാക്കിയത്? വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന ശിവൻകുട്ടി അദ്ദേഹം ഒരു ഇംഗ്ലീഷിൽ ഒരാൾ വന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ബബ്ബെ അടിച്ചിട്ട് മലയാളത്തിലാണ് സംസാരിക്കുന്നത്. ആരോഗ്യമന്ത്രിയാ അത് വീണ ജോർജിന് നല്ല ആരോഗ്യമുണ്ട്, ബാക്കിയുള്ളവർക്കൊന്നും ആരോഗ്യമില്ല. ശിവൻകുട്ടിയുടെ എന്താണ് വിദ്യാഭ്യാസം നമ്മൾ കണ്ടതല്ലേ? 2, 3, 7 എന്നല്ലേ പറഞ്ഞത്. ജനങ്ങളെ തലയിൽ കളിമണ്ണല്ല, അവർക്ക് നോളജ് ഉണ്ട്. മണ്ഡലത്തിലെ വിജയ സാധ്യത ആർക്കാണ്? രാജേന്ദ്ര പക്ക ഉറപ്പാണ്. ശിവൻകുട്ടിക്ക് വിജയ സാധ്യത ഉണ്ടോ? അത് നമുക്ക് നോക്കാം. വിദ്യാഭ്യാസ മന്ത്രിയായിട്ടിരുന്ന ഒരു ശിവൻകുട്ടിയുടെ എന്താണ് വിദ്യാഭ്യാസം നമ്മൾ കണ്ടതല്ലേ? 2, 3, 7 എന്നല്ലേ പറഞ്ഞത്. അത് നമുക്ക് നോക്കാം. നമുക്ക് രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു മാറ്റമാണ് ഇതിൻ്റെ ആവശ്യം. അത് ഉറപ്പാണ്. മാറ്റം വേണം. പക്ഷേ നമ്മൾ BJPക്ക് അതിന് പറ്റുമെന്ന് തോന്നുന്നില്ല. എങ്കിലും 10 സീറ്റ് വരെ പിടിക്കും. രാജീവ് ചന്ദ്രശേഖർ വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് വലിയൊരു മാറ്റമുണ്ട്. ശിവൻകുട്ടി ഈ 10 MLA ആയിട്ടിരുന്നു, മന്ത്രിയായിട്ടിരുന്നു. അപ്പോൾ ഈ നിയമമണ്ഡലത്തിൽ എന്തെങ്കിലും വികസനം കാഴ്ചയിൽ എന്താണ് നമ്മൾ കണ്ടല്ലേ? വീണ ജോർജ് ആയാലും മെഡിക്കൽ കോളേജ് 2 ബെഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടാണ് ഇരുത്തിയിരുന്നത്. ഒരു ബെഡിൽ 2 പേരാണ് ഇരുത്തിയത്. പിന്നെ അവർക്ക് പറയാം വികസനം ഇഷ്ടം പോലെ ഉണ്ടായെന്ന് പറയാം. പക്ഷേ അതല്ല വികസനം. എനിക്ക് ആര് ഭരിച്ചാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. നമ്മളെ കഷ്ടപ്പെട്ടാലേ നമുക്ക് ജീവിക്കാൻ പറ്റും. ഈ വോട്ട് കിട്ടാൻ വേണ്ടി കള്ളത്തരം പറഞ്ഞ് ആരും ഒന്നും ചെയ്യരുത്. ജനങ്ങളെ എല്ലാവരെയും മനസ്സിലാക്കും. ജനങ്ങളെ തലയിൽ കളിമണ്ണല്ല, അവർക്ക് നോളജ് ഉണ്ട്. അപ്പൊ ആരാണ് അടുത്ത് വരണമെന്ന് ആഗ്രഹം? അത് ആരാണോ നല്ല പ്രവൃത്തി ചെയ്യണത് അവര് വരും. ശരി. അപ്പൊ അങ്ങനെയാകുമ്പോ LDF മൂന്നാമത് അധികാരത്തിലെത്തിയാലോ? ആര്? LDF. എനിക്ക് കേരളം വിൽക്കും. അപ്പൊ കോൺഗ്രസ് ഒന്നുമല്ലോ? എനിക്ക് മനസമാധാനമായിട്ട് ജീവിക്കാം. ഇപ്പൊ പിണറായി വിജയനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം. ഈ കേരളത്തിൽ വന്നതിലും ഇനി വരാനിരിക്കുന്നതിലും നമ്പർ 1 CM ആരെന്ന് ചോദിച്ചാൽ അല്ല, കാര്യം പറഞ്ഞതാ. വന്നാ വിൽക്കൂന്ന് പറഞ്ഞില്ല. അപ്പൊ മനസ്സിലായി. അപ്പൊ അത്രയ്ക്ക് ഇഷ്ടമാണ് പിണറായി വിജയൻ. അപ്പൊ മൂന്നാമത് വരട്ടല്ലേ? പിന്നെ ബഹുത്ത് പസന്ത്. അപ്പൊ മൂന്നാമത് വരട്ടെ, ജനങ്ങൾ തീരുമാനിക്കും വരണമെന്ന്. അപ്പം ചാൻസ് ഇല്ല എന്നാണ് അത് ഞാൻ പറയുന്നില്ല. അത് ജനങ്ങളല്ലേ അംഗീകാരം കൊടുക്കണ ജനങ്ങളല്ലേ. അപ്പൊ അംഗീകാരം കൊടുത്ത് അധികാര കസേരയിൽ കയറ്റണ ജനങ്ങളടുത്ത് തന്നെ അതങ്ങ് വീട്ടിൽ ചെന്ന് ചോദിച്ചാൽ മതി, അതങ്ങ് വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങേരെ കുടുംബസ്വത്തല്ല കേരളം. അത് നല്ല ഓർമ്മ വേണം. ഇപ്പൊ ശരിക്കും പറഞ്ഞല്ലേ, ചേച്ചി നേരത്തെ പറഞ്ഞില്ലേ, പെൻഷൻ ആദ്യത്തെ ഉണ്ടായിരുന്നു 1600 രൂപ. ഇത് 2600 രൂപയാക്കി. ഒരു കുടിശ്ശികയിൽ എന്നൊക്കെ പറയുന്നു. 2600 ആരാക്കി നിങ്ങളാക്കിയത്? ആക്കിയെന്ന് പറയണല്ലേ. അവര് വാഗ്ദാനങ്ങൾ കൊടുത്ത് ജനങ്ങളെ പറ്റിക്കുന്ന ആളുകളല്ലേ. യാഥാർത്ഥ്യം അതിനകത്തില്ലല്ലോ. റോഡുകളൊക്കെ വികസനം ഉണ്ടായിട്ടുണ്ട്. റോഡുകളൊക്കെ എവിടെയാണ് കംപ്ലീറ്റ് ആയിട്ട് വികസനം ഉണ്ടാക്കിയതെല്ലാം ഇടിഞ്ഞു വീഴുന്ന് തകർന്ന്. പിള്ളേർക്ക് പള്ളിക്കൂടത്തിൽ പോകാൻ പാടില്ല, കറണ്ട് അടിച്ച് മരിക്കണം. ആളെയൊക്കെ ആശുപത്രി ചെന്ന് കിടക്കാൻ പാടില്ല, ചെവരിടിഞ്ഞ് മരിക്കണം. ആളെയൊക്കെ റോഡിൽ ഇറങ്ങാൻ പാടില്ല, കുഴിയിൽ വീഴുന്ന് ചാവണം. ഇതാണ് വികസനം. എന്നാ പിന്നെ ഏറ്റവും നമ്പർ 1 ആരോഗ്യ കേരളം. ആരോഗ്യമന്ത്രിയാ? അത് വീണ ജോർജിന് നല്ല ആരോഗ്യമുണ്ട്, ബാക്കിയുള്ളവർക്കൊന്നും ആരോഗ്യമില്ല. ചേട്ടാ, നിയമമണ്ഡലത്തിൽ ആര് വിജയിക്കുമെന്നാണ് പറയുന്നത്? നിയമമണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർജിയെ ജയിക്കുകയുള്ളൂ. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരു സ്ഥലത്ത് ഒരു MLA നിർത്തുമ്പം അവരുടെ രാഷ്ട്രീയമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. കാര്യം ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. കാര്യം ഈ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന ശിവൻകുട്ടി അദ്ദേഹം ഒരു ഇംഗ്ലീഷിൽ ഒരാൾ വന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ബബ്ബെ അടിച്ചിട്ട് മലയാളത്തിലാണ് സംസാരിക്കുന്നത്.
പക്ഷേ രാജീവ് ചന്ദ്രശേഖർജിയെ പോലെയുള്ള ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിച്ചാൽ അതേ സ്റ്റാൻഡേർഡിൽ ഇംഗ്ലീഷിൽ സംസാരിക്കും. അപ്പോൾ ഒരു വിദ്യാഭ്യാസമുള്ള ആളാണ് ന്യാമത്തിനെ സംബന്ധിച്ച് വരേണ്ടതും. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു തെറ്റ് പറ്റി എന്ന് പറയുന്ന ഒരു കാര്യം, വിദ്യാഭ്യാസം ഉള്ളവരെ വിദ്യാഭ്യാസ മന്ത്രിയാക്കണമായിരുന്നു. അത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് പറ്റിയ ഏറ്റവും വലിയ 100% തെറ്റെന്നേ ഞങ്ങളെപ്പോലുള്ളവർ ചിന്തിക്കുകയുള്ളൂ, മനസ്സിലാക്കുകയുള്ളൂ. ഇനി അദ്ദേഹം വന്നു കഴിഞ്ഞാൽ നമ്മൾ വോട്ട് ചെയ്യില്ല. കാര്യം വിദ്യാഭ്യാസം ഉള്ളവരെ നോക്കി നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ നാട്ടിന് വികസനം ഉണ്ടാവണമെങ്കിൽ ഐഡിയ വേണം, വിദ്യാഭ്യാസം വേണം, അവർക്ക് ഓരോ കാര്യങ്ങൾ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ആ കണക്കിന് രാജീവ് ചന്ദ്രശേഖർജിയെ പോലെയുള്ള ആൾക്കാർ വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ശിവൻകുട്ടി MLA ആയി, അതുപോലെ മന്ത്രിയായിട്ടിരുന്നു. എന്തെങ്കിലും ഒരു വികസനം അല്ലെങ്കിൽ എന്തെങ്കിലും നാടിന് വേണ്ടിയിട്ടൊരു എടുത്തു പറയാൻ വേണ്ടി MLA ആകുമ്പോൾ എന്തായാലും ചെയ്ത് കാണും. പക്ഷേ എടുത്ത് പറയാൻ വേണ്ടി, ജനങ്ങൾക്ക് എടുത്ത് പറയാൻ വേണ്ടിയിട്ട് എടുത്ത് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം സത്യസന്ധമായിട്ട് പറയാം. ശിവൻകുട്ടി MLA ആയിരിക്കുന്ന സമയത്താണ് മുടമോള് പാലത്തിന് തറക്കല്ലിട്ടത്. എത്ര 5-10 വർഷത്തിന് മുമ്പേ. ആ സമയം മുതൽ 10 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇലക്ഷൻ വന്ന സമയത്താണ് അടുത്ത് ബാക്കി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക. അത് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമുള്ള ഒരു പരിപാടിയായിട്ട് ഞങ്ങളെപ്പോലുള്ളവർ ചിന്തിക്കുകയുള്ളൂ. അല്ല വേറെ ഒന്നും നമുക്ക് ചിന്തിക്കാനുള്ള ഒരു ഇതില്ല. രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായാൽ കേരളത്തിൽ വികസനം ഉണ്ടാകുമോ? രാജീവ് ചന്ദ്രശേഖർ BJP ഇതുവരെ ഭരിച്ചിട്ടില്ലല്ലേ ഇവിടെ? ഇല്ല. ഭരിക്കുമ്പോൾ എന്താവും നമുക്ക് അറിയാൻ പറ്റൂല. എങ്ങനെയാണ് എങ്ങനത്തെ രീതി എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റൂല. എങ്ങനെയാണ് വരണമെന്നൊന്നും പറയാൻ പറ്റൂല. അത് അവരുടേതായ രീതിയായിരിക്കും. വ്യക്തിപരമായിട്ട് ഇപ്പോൾ പറഞ്ഞത് നമ്മൾ വ്യക്തിപരമായി രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തി മുഖ്യമന്ത്രിയായാൽ കേരളത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ട്? വ്യക്തിപരമായി പറഞ്ഞു. അല്ല, അവരുടേതായ രീതിയിൽ മാറ്റം വരുത്തുമായിരിക്കാം. ഇങ്ങനെ ഇപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയല്ല. ഞാൻ ഇപ്പം ചിന്തിക്കും പോലല്ല താങ്കൾ ചിന്തിക്കുന്നത്. അപ്പോൾ അതേമാതിരി ഇപ്പം അദ്ദേഹം ചിന്തിക്കുന്നത് ആ രീതിക്കായിരിക്കും. എങ്ങനെ ഇവിടെ മാറ്റം വരുത്താം, എങ്ങനെ ആ രീതിയായിരിക്കും. അത് നമുക്ക് അറിയാൻ പറ്റൂല. എങ്ങനെയാണെന്ന് മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരാൾ ചിലപ്പോൾ ആയിരിക്കാം പറയാൻ പറ്റൂല. കാരണം ഇപ്പോൾ ആരെയും നമുക്ക് വില കുറച്ച് കാണാൻ പറ്റില്ലല്ലോ. ആരാ ഇപ്പോൾ നമ്മളിപ്പോൾ വില കുറച്ച് കാണുമ്പോഴായിരിക്കും ചിലപ്പോൾ അവർ വേറൊരു മോഡലിൽ പറഞ്ഞത്. അവരെ ചിന്തയും കാര്യങ്ങളൊക്കെ വേറെ രീതിയായിരിക്കും. ഇവിടെ വേറെ ടെക്നോളജിയും കാര്യങ്ങളും. ഇപ്പോൾ ടെക്നോളജിയുടെ കാര്യമാണല്ലോ, വളർന്ന് വരെയല്ലേ. അപ്പോൾ അവിടെ നമുക്ക് പറയാൻ പറ്റൂല എങ്ങനെ ഇത് തകിടം മറിയും, അവർ കൊണ്ടുവരുമെന്ന് ഒന്നും പറയാൻ പറ്റൂല. നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ സാധ്യത ഉണ്ടായിരിക്കാം. രാജീവ് ചന്ദ്രശേഖരൻ വന്നാൽ കുറച്ച് മാറ്റം ഉണ്ടാവും. കാരണം കടപ്പുറത്ത് നിന്നപ്പോഴേ ആ കടപ്പുറത്തിന് തുച്ഛമായ 15,000 വോട്ടിനാണ് അയാൾ തോറ്റത്. അപ്പം അയാൾ തീരെ മോശക്കാരനാണെങ്കിൽ ആളുകൾ ഇത്തിരി വോട്ടിട്ട് കൊടുക്കും. അതും കടപ്പുറ ഏരിയ കംപ്ലീറ്റും അങ്ങേക്ക് വോട്ട് കിട്ടും. അങ്ങേക്ക് വോട്ട് കുറഞ്ഞത് നേരിട്ടിങ്ങനെ ആവാം. നല്ലൊരു വ്യക്തിയാണെന്നുള്ള തെളിവാണ്. നല്ലൊരു വ്യക്തിയല്ലേ, കുഴപ്പമൊന്നുമില്ല. നല്ല മാറ്റം ഉണ്ടാവും. അയാൾക്ക് അറിയാൻ മാറ്റം ഉണ്ടാവും. ഈ നേമത്ത് അദ്ദേഹത്തിന് വിജയസാധ്യത ഉണ്ടോ? 90% സാധ്യതയുണ്ട്.